ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി നായക വേഷത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. IPL 2025 അദ്ദേഹം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തേക്കും. കഴിഞ്ഞ സീസണിൽ കോഹ്ലി ഫാഫ് ഡു പ്ലസിസിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ച് ടീമിൽ സജീവ സാന്നിധ്യമായി തുടർന്നിരുന്നു. IPL 2024 തൊട്ടു പിന്നാലെ നടന്ന T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയ ശേഷം കോഹ്ലി അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ചിരുന്നു. അതിനാൽ IPLൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കോഹ്ലിക്ക് സാധിച്ചേക്കും. റിട്ടൻഷൻ സമയത്ത് ഡുപ്ലസിസിനെ കൈവിട്ടതിനാൽ 2025 അദ്ദേഹം ടീമിനെ നയിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതേസമയം കോഹ്ലിയുമായി 21 കോടി രൂപയ്ക്കാണ് വീണ്ടും കരാർ ഉണ്ടാക്കിയത്. IPLന്റെ ചരിത്രത്തിൽ റിട്ടൻഷനിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയും റിട്ടൻഷനിലെ ആകെ താരങ്ങളിൽ രണ്ടാമത്തെ ഉയർന്ന തുകയുമാണിത്. RCB ഇത്തവണ KL രാഹുലിനെ ടീമിലെത്തിച്ച് ക്യാപ്റ്റൻസി നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ലേലത്തുക 10.75 കോടി രൂപ എത്തിയപ്പോൾ RCB പിന്മാറി. മുഹമ്മദ് സിറാജ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർക്ക് വേണ്ടി റൈറ്റ് ടു മാച്ച് കാർഡ് വിനിയോഗിച്ചതുമില്ല. യുസ്വേന്ദ്ര ചഹലിനെയും വിട്ടയച്ചു. എന്നാൽ ഇതിലെല്ലാം തന്നെ ആരാധകരും അല്പം നിരാശയിലാണ്. എന്തുകൊണ്ട് കയ്യിൽ പണം ഉണ്ടായിരുന്നിട്ടും ഈ താരങ്ങളെ ഒന്നും ടീമിലേക്ക് എത്തിച്ചില്ല എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത്. ലേലത്തിന് മുൻപ് 3 കളിക്കാരെ മാത്രമാണ് RCB നിലനിർത്തിയിരുന്നത്. അതിനാൽ 83 കോടി രൂപ എന്ന ഉയർന്ന രണ്ടാമത്തെ നീക്കിയിരിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ലേലത്തിൽ RCB അത്ര സജീവമായിരുന്നില്ല. ഇതാണ് ആരാധകരെ ചൊടിപ്പിച്ചത്. ജോഷ് ഹേസൽവുഡ്, ഫിൽ സ്ലാട്ട്, ജിതേഷ് ശർമ്മ എന്നിവർക്ക് വേണ്ടിയാണ് RCB ലേലത്തിൽ കൂടുതൽ തുക മുടക്കിയത്. ലേലത്തിന് മുൻപ് തന്നെ വിരാട് കോഹ്ലിയെ ക്യാപ്റ്റനായി RCB വീണ്ടും രംഗത്തിറക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലേലത്തിന് ശേഷമുള്ള കളിക്കാരുടെ പട്ടിക പരിശോധിക്കുമ്പോഴും ഇതാണ് വ്യക്തമാകുന്നത്. ക്യാപ്റ്റൻസി റോൾ ഏറ്റെടുക്കാൻ കഴിയുന്ന താരങ്ങളെ ലേലത്തിൽ പിടിക്കാൻ അവർ ശ്രദ്ധിച്ചതുമില്ല. IPL 2025 വിരാട് കോഹ്ലിക്കൊപ്പം വെടിക്കെട്ട് ബാറ്റർ ഫിൽ സാൾട്ട് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. രജത് പാട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ് എന്നിവർ ഉൾപ്പെടെ കരുത്തുറ്റ മധ്യനിരയുമുണ്ട്. കൃണാൽ പാണ്ഡ്യയായിരിക്കും പ്രധാന സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ. ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യഷ് ദയാൽ എന്നിവർ ചേർന്നാണ് പേസ് നിര. ആരാധകർ അല്പം നിരാശയിലാണെങ്കിലും ഈ നിര ടീമിന്റെ കരുത്തുയർത്തും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെയും വാദം. IPL 2025 RCBയുടെ സാധ്യതാ 11 നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, രജത് പാട്ടീദാർ, ലിയാം ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, റാസിഖ് സലാം, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, യഷ് ദയാൽ, ഇമ്പാക്ട് പ്ലെയറായി സുയാഷ് ശർമ്മ എന്നിവരാകും ഉണ്ടാവുക. എന്തായാലും തീർത്തും പരീക്ഷണങ്ങളോടെയാണ് 2025 IPL സീസൺ RCB നേരിടുന്നത്.